ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. ഡൽഹിയിലെ ജന്തർ മന്ദർ സമരത്തിൽ പങ്കെടുത്ത സമരസഖാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല ഭാഷ ഉപയോഗിച്ച് അപമാനിച്ചെന്നാരോപിച്ച് സംഘപരിവാർ സൈദ്ധാന്തികൻ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥികളുടെയും വനിതകളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സംയുക്ത നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിക്ക് മിനി ഷാജി, ഷീജ, എം രാഗിണി, ടി.കെ. രമേശ് ബാബു, ടി.എസ്. സജീവൻ, ഉണ്ണി പിക്കാസോ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന പ്രതിഷേധ യോഗം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.കെ. ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. 53ഓളം പേപ്പറുകളാണ് ലീക്ക് ചെയ്തതായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത് കളഞ്ഞ ഒരു ഭരണകൂടം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്നത് അതിനെതിരെ ഏറ്റവും കൃത്യമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ്, സമരം ചെയ്യുക എന്നുള്ളതാണ്. അത്തരം ഒരു സമരത്തിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ പ്രധാനമായും CJPയുടെ നേതൃത്വത്തിലും അതിന് ആശയപരമായും സംഘടനാപരമായും കരുത്ത് നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഈ സമരത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ട് SFIയും AISFും ISAയും പോലുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് UK സുരേഷ് കുമാർ, SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രമേശ് ബാബു, സാംസ്കാരിക പ്രവർത്തകരായ സുധീഷ് അമ്മവീട്, എം രാഗിണി, ആമി, ടി.എസ്. സജീവൻ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.